നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിൻ്റെ മലയോര സൗന്ദര്യത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. പ്രകൃതിയുടെ അപൂർവ കലാസൃഷ്ടിയാണ് ഈ ഇരവികുളം നാഷണൽ പാർക്ക്. മൂന്നാർ നഗരത്തിന് സമീപം വ്യാപിച്ചു കിടക്കുന്ന ഈ ദേശീയോദ്യാനം പച്ചപ്പിൻ്റെ സമുദ്രം പോലെ തോന്നിപ്പിക്കുന്ന മലനിരകളാൽ സമ്പന്നമാണ്. മഞ്ഞു മൂടിയ പുലർച്ചകളിൽ മലമുകളിലൂടെ ഒഴുകുന്ന മേഘങ്ങൾ, കാറ്റിലാടുന്ന ശോലവനങ്ങൾ, ചുറ്റും പടർന്നു നിൽക്കുന്ന നീലപുഷ്പങ്ങൾ എല്ലാം ചേർന്ന് ഒരു ലോകം തന്നെയാണിത്. ദൂരെ കാണുന്ന ഒരു കൊടുമുടി നിങ്ങൾ കാണുന്നില്ല, ഒരു പർവ്വതം, ഒരു ആനയെ പോലെ തോന്നിപ്പിക്കുന്ന ആ ഒരു പർവ്വതത്തിൻ്റെ ആ കൊടുമുടിയുടെ പേരാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. കൃത്യമായി നോക്കുകയാണെങ്കിൽ ഒരു ആനയുടെ കൃത്യമായ ആകാരവടിവോടുകൂടി ആനയുടെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രം തന്നെ നമുക്ക് ആ പാറയിൽ തെളിഞ്ഞു കാണാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയും ഈ പാർക്കിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ പ്രകൃതിയുടെ അദ്ഭുത ശക്തിയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വിസ്തൃതി 97 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഏറ്റവും പഴക്കം ചെന്ന ദേശീയോദ്യാനവും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളമാണ്. എന്നാൽ ബഫർ സോൺ കൂടി പരിഗണിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമെന്ന് സൈലന്റ് വാലിയെ കൂടി പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. സൈലന്റ് വാലിയുടെ വിസ്തൃതി 89.52 ചതുരശ്ര കിലോമീറ്ററാണ്. ഇരവികുളം നാഷണൽ പാർക്ക് ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1975 ഇതൊരു വന്യജീവി സങ്കേതമായിരുന്നു. 78 മെയ് 19 ഇതിനെ ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് ലോകപ്രശസ്തമായ അപൂർവ ജീവിയാണ് നീലഗിരി താർ അഥവാ വരയാട്. നമുക്കറിയാം, വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രൂയിസ് എന്നതാണ്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗവും കൂടിയാണ് വരയാട്. നമ്മൾ മാർച്ച് മാസങ്ങളിലാണ് പോയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്രീഡിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടത്തേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചതാണ്. നമുക്ക് താഴെ വരെ മാത്രമേ അതിൽ പ്രവേശിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് വരയാട്. ഇരവികുളത്തിൻ്റെ പ്രവേശന കവാടം രാജമലയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാറ്. മൂന്നാറിൽ രാജമല വരയാടിൻ്റെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഈ മലനാടിൻ്റെ അഭിമാനമായ നീലഗിരി താറിനെ അടുത്തുനിന്ന് കാണുന്നത് ജീവിതത്തിൽ മറക്കാനാവാത്തൊരനുഭവമാണ്. അതുപോലെ ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടമാണ് ലക്കം വെള്ളച്ചാട്ടം. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ ഈ മലനിരകളെ നീലനിറത്തിൽ മുക്കുമ്പോൾ ഇരവികുളം ഒരു സ്വപ്നലോകമായി മാറുന്നു. ഇരവികുളം നാഷണൽ പാർക്ക് ഒരു യാത്ര മാത്രമല്ല, അത് പ്രകൃതിയുമായി നടത്തുന്ന ഒരു ആത്മീയ അനുഭവമാണ്. ശാന്തത തേടുന്ന ഹൃദയങ്ങൾക്ക്, സാഹസികത ഇഷ്ടപ്പെടുന്ന യാത്രികൾക്കും പ്രകൃതി സ്നേഹികൾക്കുമൊക്കെ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.